പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ വഖഫ് JPC സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും വെച്ചു. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷം ഇരുസഭകളിലും ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജന കുറിപ്പുകളിൽ നിന്ന് JPC അധ്യക്ഷൻ ജഗദംബിക പാൽ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുനഃസ്ഥാപിച്ച ശേഷമാണ് റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയിൽ വെച്ചത്. രാവിലെ രാജ്യസഭയിൽ വെച്ച റിപ്പോർട്ടിൽ ഈ ഭാഗങ്ങൾ ഇല്ലായിരുന്നു. കടുത്ത പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് ഇത് കൂട്ടിച്ചേർത്തത്. ചില പ്രതിപക്ഷ അംഗങ്ങൾ നേരിട്ട് കണ്ട് പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ ഉത്തരവിട്ടത്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമാക്കുന്നതിൽ BJPക്ക് വിയോജിപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ അടക്കം ചിലർക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താൻ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ അവസരം നൽകിയിരുന്നു. പ്രതിപക്ഷ വിയോജന കുറിപ്പുകളിലെ ഭാഗങ്ങൾ ഒഴിവാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും റിപ്പോർട്ട് തിരികെ JPCക്ക് വിടണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. സംയുക്ത പാർലമെന്ററി സമിതിക്ക് തന്നെ എതിരെയുള്ള ചില അപകീർത്തികരമായ പരാമർശങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ബജറ്റ് സമ്മേളനം ഇനി മാർച്ച് 10 വീണ്ടും തുടങ്ങും. JPC റിപ്പോർട്ട് പരിഗണിക്കുന്ന സർക്കാർ ഇതിൽ നിന്ന് എടുക്കുന്ന മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ വഖഫ് ബില്ല് തയ്യാറാക്കും. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരത്തിന് ശേഷം മാർച്ചിലെ സമ്മേളനത്തിൽ ഇത് അവതരിപ്പിച്ചേക്കും. ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. 1995 വഖഫ് നിയമത്തിലെ ഭേദഗതി ബില്ലാണ് JPC പരിഗണിച്ച് ശുപാർശകൾ നൽകിയത്. ഭരണപക്ഷ അംഗങ്ങൾ നിർദ്ദേശം നൽകിയ ഭേദഗതികൾ മാത്രമാണ് സമിതി അംഗീകരിച്ചത്.